കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാമല്ലോ. കഴിഞ്ഞുപോയ ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ നടത്തി വന്ന ദൈവത്തിൻ്റെ വഴികളെ ഓർക്കാം. ഇന്ന് രാവിലെ കാലവിശുദ്ധി ആരാധനയിൽ സ്വർഗത്തിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിപ്പാനായി ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ രാവിലെ കാലം ദൈവസന്നിധി പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. അതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പുതിയൊരു പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയല്ലോ, അതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രാവിലെ കാല വിശുദ്ധ ആരാധനയിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനങ്ങളിൽ ചർച്ചിലുമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരുടെ മേലും കർത്താവ് അനുഗ്രഹങ്ങളെ പകർന്നാട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ആളാമ്പ്രതിയായും കുടുംബമായും സഭയായും പരിപാലിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സ്തോത്രം ചെയ്തു. കർത്താവേ, ദൈവമേ, ശാരീരികമായി ബലഹീനരായിരുന്നവർക്ക് ശക്തി കൊടുത്തു, രോഗികളെ സൗഖ്യമാക്കി, പല ആവശ്യങ്ങളുടെ സ്ഥാനത്തായിരുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികളെ തുറന്നല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി കർത്താവിനെ ആരാധിക്കുന്ന സകല ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ചെറിയ കൂട്ടമായി വന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിപ്പാൻ കൃപ തോന്നണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭായുഗത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, എല്ലാം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥാനങ്ങളായിരിക്കുന്ന ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതാത് സ്ഥാനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, സഹായിച്ചാട്ട്, കൃപയിൽ മറച്ചാട്ട് കർത്താവേ അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് രാവിലെ കാലം വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടിയാക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാതന കേട്ടിരിക്കുക സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെപ്പോലെ താൻ താലോലിച്ചടച്ചിടുന്നു, അമ്മയെപ്പോലെ താൻ സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമാ, തന്റെ മാർവിൽ ദീനം ദീനമാ. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമാ, തന്റെ മാർവിൽ ദീനം ദീനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ. കഷ്ടങ്ങളേറിലും എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിലും എനിക്കേറ്റം അടുത്ത തുണയാ. ഒരവൈരി നാടുവിലവൻ മേശനാമുക്കൊരുക്കിയല്ലോ, ഒരവൈരി നാടുവിലവൻ മേശനാമുക്കൊരുക്കിയല്ലോ, മേശനാമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ
നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ. ഭാരത്താൽ വാലഞ്ഞീടിലും തീരാരോഗത്താൽ ആലഞ്ഞീടിലും, ഭാരത്താൽ വാലഞ്ഞീടിലും തീരാരോഗത്താൽ ആലഞ്ഞീടിലും പിളർന്നീടുമോരാടി പിടരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. പിളർന്നീടുമോരാടി പിടരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ. സഹായശൈലമാവൻ സങ്കേതവും കോട്ടയും താൻ, സഹായശൈലമാവൻ സങ്കേതവും കോട്ടയും താൻ. നടുങ്ങിടുകയില്ല അതിനാൽ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ. നടുങ്ങിടുകയില്ല അതിനാൽ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. ഒരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. ഒരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാതെന്നാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ. ഭാരത്താൽ വാലഞ്ഞീടിലും തീരാരോഗത്താൽ ആലഞ്ഞീടിലും, ഭാരത്താൽ വാലഞ്ഞീടിലും തീരാരോഗത്താൽ ആലഞ്ഞീടിലും പിളർന്നീടുമോരാടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. പിളർന്നീടുമോരാടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ
നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ നാഥോറും ചെയ്ത നന്മകളോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എല്ലാ വഴികളെയും നമുക്കോർക്കാം. കർത്താവ് നല്ലവനായി, വിശ്വസ്തനായി, വാക്കുമാറാത്തവനായി നമ്മോട് കൂടി ഇരുന്നു. പലപ്പോഴും ഓളങ്ങളും തിരമാലകളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അതേ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന സന്ദർഭത്തിൽ അവൻ കൈവിടാത്തവനായി, മാറാത്തവനായി നമ്മെ നടത്തി വന്ന, നമ്മോട് കൂടി ഇരുന്ന് നമ്മെ സഹായിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ കാലം ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അതേ വളരെ ഇടുങ്ങിയ ഒരു സാഹചര്യത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മഹാനും ഭയങ്കരനുമായ ദൈവ ദിവസങ്ങളിൽ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം തരുവാൻ ഇടയാകട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് രാവിലെ കാലത്ത് സഭായോഗത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ കാലം ധാരാളമായി അതെ നമ്മെ സഹായിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ജോളി സിസ്റ്റർ പ്രാർത്ഥിക്കും, സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് അലസവറും പ്രാർത്ഥിക്കും. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ ഭാഗപടത്തിലെ വിശുദ്ധകാലം കടന്നു വന്ന നമ്മുടെ മക്കളായ അടികൾ ഒരുമിച്ച് അവയെ ഹല്ലേലൂയ ഒരുമിച്ച് അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാന് സ്വർഗം നല്ല അവസരത്തിനായി അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടെ നല്ലവനെ നിർപ്രാവശ്യം കൊണ്ട് രുചിച്ചറിയുവാന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവടികളെ ഓരോരുത്തരെയും കർത്താവെ എണ്ണത്തിലൊന്നും കുറഞ്ഞു പോകാതെ കാത്തു പരിപാലിച്ച് ദൈവമേ അങ്ങേക്ക് കോടി കോടി സ്തോത്രം കർത്താവെ. വീണ്ടും അങ്ങയുടെ പാദപീഠത്തില് അടികൾ ശരണപ്പെടുന്ന കർത്താവെ, യഹോവയുടെ പ്രവർത്തിക്കാൻ ഹല്ലേലൂയ കർത്താവെ. ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ആമേൻ പ്രവർത്തിച്ചു കർത്താവെ. തന്റെ ജനങ്ങളെ കർത്താവ് കൂട്ടിവരുത്തുമാറാകണമേ. ദൈവത്തോട് ഹല്ലേലൂയ അടുത്തിരിപ്പാനൊരു കൃപ അടികൾക്ക് ഓരോ ദിവസവും കർത്താവ് നൽകണമേ കർത്താവെ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കാവുന്നവരുടെ വാഗ്ദത്ത വചനമാ. ആ വാഗ്ദത്ത വചനത്തിനും അടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടികളുടെ സഭയേൽപ്പിച്ച് പ്രാർത്ഥികളുടെ അഭിഷിക്ത ദാസൻ ദാസി അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവെ ഹല്ലേലൂയ മോനായിരിക്കുന്നിടത്തവിടെയും ഹല്ലേലൂയ അവരെ കുടുംബമായി കർത്താവ് പരിപാലിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം കർത്താവ്. അവരുടെ പോക്കിലെ വരവിൽ അവരുടെ സകല ചലനങ്ങള് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുമാറാകണം. മോളെ കുടുംബത്തെ അങ്ങയുടെ പാദപീഠം സമർപ്പിക്കുന്ന കർത്താവ്. കുഞ്ഞു പൈതലിനെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. അവിടുന്ന് സഹായിക്കണം, വരാഴ്ച വിട്ടുവിക്കണം കർത്താവ്. ദൈവത്തിന്റെ വിടുതൽ ഉദ്ധാരണ കുടുംബത്തില് ദൈവമേ ഇവിടുന്ന് വലിയവ ചെയ്തുകൊണ്ട് തന്റെ ജനത്തെ കർത്താവ് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുക്കടി മറയ്ക്കും പോലെ മറക്കി അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വിടുതൽ ഈ ദിവസങ്ങളില് ആ ഭവനത്തിന്റെ ഉള്ളവരെ കർത്താവ് വെളിപ്പെടുത്തുമാറാകണം. അടികളുടെ സഭയ്ക്കുള്ളിൽ വെളിപ്പെടണം. അടികളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെ അങ്ങയുടെ പാദപീഠം സമർപ്പിക്കുന്ന കർത്താവ്. എല്ലാവരുടെയും ചെറുതും വലുതുമായ സമസ്ത വിഷയങ്ങള്, ആവശ്യങ്ങള്, ആവശ്യകാരങ്ങള്, ആമേ ശാരീരികമായി ബലമില്ലാത്ത അവസ്ഥകള് കർത്താവെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണം. ധ്യാനഭാവപ്രതിരോധത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ അത്ഭുതം ചെയ്യണമേ കർത്താവ്. അടികളെ സേവിച്ചു കിട്ടുന്ന ദൈവത്തിന്റെ മഹത്വം
മറ്റൊരുത്തരെ വിട്ടുകൊടുക്കാത്ത കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ദാസന്റെ ഉച്ചി മുതലുള്ള കാൽ വരെ വീണ്ടും അങ്ങയുടെ പ്രവൃത്തിക്കായി സമർപ്പിക്കുന്ന കർത്താവ് ആ മുറിഞ്ഞ കരത്തിന്റെ വിടുതൽ ആ ഭവനത്തിന്റെ ഉള്ളറയില് വീണ്ടും വെളിപ്പെടുത്തുമാറാകണം കർത്താവ്. ആമേൻ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കുടുംബത്തോട് കൂടെ ഇരിക്കണം. ദാസിയെ ബലപ്പെടുത്തണം, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവ് ബലപ്പെടുത്തണം, കൃപയ്ക്കുള്ളിൽ പൊതിയണം കർത്താവ്. അതുപോലെ കർത്താവേ ഹല്ലേലൂയ, നാട്ടിലായിരിക്കുന്ന കുടുംബങ്ങൾ എല്ലാവരെയും പേരുപേര് അപ്പച്ചന്റെ പാദപീഠം ഏൽപ്പിക്കുന്നു. ജീവന്റെ കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവ് എല്ലാവരോടും മനസ്സലിയണം. ദൂരസ്ഥര സമീപസ്ഥര എല്ലാവരെയും അവിടുത്തെ വിസ്താരമേറെ ചിറകിനുള്ളിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ആരാധന കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുമാറാകണം. അടിയങ്ങൾക്ക് കർത്താവേ അടിയങ്ങളുടെ സഹായമോ അടിയങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് വിടുതലിന്റെ കാരണമായി തീരണം. ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് അടിയങ്ങളുടെ ആരാധനയെ കർത്താവ് വെളിപ്പെടുത്തണം. അടിയങ്ങൾ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോഴും അവിടെ ഇവിടെയും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവ്. ആരാധനയെ ദൈവത്തിന്റെ കരം വലിയ ചെയ്യണമേ. ഓരോ കുടുംബങ്ങളെയും കർത്താവ് രക്തം കൊണ്ട് മുദ്രയിടണം. മാതുശാനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അലൈസാനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും പേരുപേരാപ്പശന്റെ പാദപീഠം സമർപ്പിക്കുന്നു. യഹോവയുടെ വിടുതൽ ഈ കാലം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ, സഹായിക്കണം. അങ്ങയുടെ വചനം കർത്താവേ അങ്ങയുടെ ദാസനെ കൂടെ അടിയങ്ങളെ കേൾപ്പിച്ചത് ഹല്ലേലൂയ അതയുടെ കേട്ട അടിയങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരണം. കർത്താവെ അവിടുന്ന് സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിടുതൽ ഈ കാലം അടിയങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടണം. അതിയോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇവിടുന്ന് പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സങ്കീർത്തനം, അനുഗ്രഹിക്കപ്പെട്ട വചനം അതടിയങ്ങൾക്ക് കർത്താവ് വിടുതലിന്റെ കാരണമായി തീരേണ്ടതിന് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ മാത്രം മതി കർത്താവേ. അവിടുത്തെ പാദപീഠം മുറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവ് വലിയ ചെയ്തിരിക്കാനും സ്തോത്രം, പ്രാർത്ഥന കേട്ടിരിക്കാനും സ്തോത്രം. യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് വാഴ്ത്തുന്നു. പരിശുദ്ധ ദൈവമേ, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഇന്ന് എല്ലാ പ്രഭാതങ്ങളിലേക്കായി വീണ്ടും അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന പശ ഈ കർമ്മ ദിവസത്തിലെ പ്രഭാതത്തിൽ അവരുടെ പരിശുദ്ധത്തിലേക്ക് അടുത്തു വരുവാൻ അടിയിലെ കർത്താവേ സഭയായ ഓരോ കുടുംബങ്ങളായി അടിയിലെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തെ പാദത്തിലെ കുട്ടിവരുത്തിയ മഹാകരുണയും ദൈവോർന്ന് നന്ദി കറിയിട്ടുന്ന പിതാവേ, ഒരു യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപകളോട് കൂടി ഇരുന്ന് ഞങ്ങളെ കർത്താവിന്റെ മക്കളാക്കി തീർത്തതിന് പാദത്തിലേക്ക് അടുത്തു വരുവാൻ ഈ പ്രഭാത കർത്താവിനെ അവിടെ കുട്ടിവരുത്തനായി നന്ദി കറിയിരുന്ന പശ ഈ പ്രഭാതത്തിലെ എല്ലാ കുടുംബങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരാഴ്ചയോട്ടെ കാലമണികളെ വിട്ട് കടന്നു പോയല്ലപ്പാ. അവിടെ ആയിപ്പെട്ടതിലും മറ്റ് ദൂരസ്ഥലങ്ങളിലും അതേ വിദേശ രാജ്യങ്ങളിലെ ഇടങ്ങളിൽ കൃപ മക്കളോട് കൂടി എല്ലാം അവിടെ ആയി സൂക്ഷിച്ചു കാത്ത പരിപാലിച്ച മഹാദായം കാരണയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പിതാവേ. കഴിവോ പ്രാപ്തിയോ ഒന്നും കൊണ്ടല്ല, അങ്ങയുടെ കരുണയൊന്നുകൊണ്ട് മാത്രം കർത്താവേ ത്തോടെ നിങ്ങൾ ആയിരിക്കണം. അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പാ. ഈ കർത്ത ദിവസത്തിലെ പ്രഭാതത്തിലെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുവാൻ ആരാധിപ്പാനുമായി അടികളെ വീണ്ടും ബലപ്പെടുത്തുമാറാകണ സഭയായി ബലപ്പെടുത്തിക്കണം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാസനെ കുടുംബമായി അതേ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളായി സമർപ്പിക്കാൻ അതോളം കർത്താവ് സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം കുടുംബമായി കർത്താവ് വീണ്ടും അനുഗ്രഹിച്ചാട് ഹല്ലേലൂയ ബലപ്പെടുത്തുമാറാകണമേ. നമ്മളെ കുടുംബമായി കുഞ്ഞിനെ സഹായിക്കണം. മകനെ കുടുംബമായി സഹായിച്ച ദാസനെ ബലപ്പെടുത്തുക, കുടുംബമായി ബലപ്പെടുത്തുന്നു. കൃപയ്ക്കുള്ള പ്രതികരണ പുതുശക്തിയോട് മുന്നോട്ട് പോകുവാൻ കൃപ ഹല്ലേലൂയ ബലവും കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നത് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. കുടുംബമായി ബലപ്പെടുത്തുക, സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഭാവനായ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായി സഹായിക്കും. ദാസനെ ബലപ്പെടുത്തി കർത്താവായി സൗഖ്യമാർഗം എല്ലാം വീണ്ടും കൊടുത്ത് പുതുശക്തിയോടെ താനെ സ്തുതിപ്പാൻ വേണ്ടി ബലപ്പെടുത്തി കടപ്പശ ആവശ്യമൊത്തിരി എല്ലാ പ്രീട്ടറായ സ്തോത്രം. ക്ലേശ് കടന്നു പോയ പ്രീട്ടൊക്കെ കർത്താവ് ആശ്വാസം കൊടുത്തല്ലോ. ഇന്ന് കർത്താവ് ക്ലേശ് കടന്നു പോകുന്നവരെല്ലാം ഓർക്കും പൂർണ്ണ സൗഖ്യം ആശ്വാസം ആർക്കും കർത്താവ് കൽപ്പിക്കുമാറാകണം അടികൾ അപേക്ഷിക്കുന്ന പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യോടെ നിന്റെ ആത്മാവിനെ നിയന്ത്രിച്ച് നയിക്കുമാറാകണം അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ പ്രവാചകർത്താനുമായിട്ട് പാടുവാനും സ്തുതിപ്പാനുകളെ സഹായിച്ച സ്തോത്ര കർത്താവ് എല്ലാ ശിശുക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാടി സ്തുതിപ്പാനുകയും അടികൾ വീണ്ടും ബലപ്പെടുത്തിക്കാണെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാട്ടിലായിരിക്കുന്ന സ്തോത്രം അവിടുത്തെ സഹായിക്കുമാറാൻ അപേക്ഷിക്കുന്ന പിതാവേ.
പ്രാർത്ഥിപ്പൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും വിഷയങ്ങളെ സമർപ്പിക്കുന്നു. അവരെ ബലപ്പെടുത്തുമാറാകണമേ. സൗഖ്യമാരുമെല്ലാം കൊടുക്കണമെന്ന് അപേക്ഷ കർത്താവെ ബാധിതരായിട്ടുണ്ട്. കർത്താവെ ഹല്ലേലൂയ. ബലങ്ങളായി കടന്നു പോകുന്ന എല്ലാ സൗഖ്യം ആരോഗ്യപ്പെടുത്തട്ടപ്പച്ച ഈ പ്രഭാത കർത്താവെ ആരാധന കടന്നുവന്നിരിക്കുന്നവർക്കായി സ്തോത്രം, ഭവനങ്ങളുള്ളവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് ഒരുമിച്ച് വാഴ്ത്തുവാൻ ഇവൽക്കാലം വാഴ്ത്തു മഹത്വപ്പെടുവാൻ ആരാധിപ്പാൻ എന്നെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവ് കഴി വിശുദ്ധീകരിക്കുമാറെന്ന് അപേക്ഷിക്കുന്നതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ബന്ധാസിനെ അഭിഷേകിച്ച് നിറച്ചാട് അനുഗ്രഹപ്പെട്ടതായ അതേ വചനം നൽകണമേ. അനുഗ്രഹപ്പെട്ടതായ അതേ സംഘടന നൽകുമാറാണ് അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ജീവന്റെ വചനങ്ങൾക്ക് പ്രകാശിപ്പാൻ തരുവാൻ അപേക്ഷിച്ചാട്ട് ജീവന്റെ ശബ്ദം വചനം കേട്ട് വിലവും സൗഖ്യം ശക്തി വിടലും ഒക്കെയും പ്രാപിപ്പാൻ അനുഗ്രഹം പ്രാപിപ്പാൻ എന്നെ സഹായിച്ചിട്ട് അപേക്ഷ എല്ലാറ്റിനായി സ്തോത്രം സ്തോത്രം. അവിടെ മഹത്വപ്പെടുമാറാകുന്ന വീക്ഷ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹാമാരി വിട്ടുമാറി ഹല്ലേലൂയ കടന്ന അന്തരീക്ഷം കടലായത്ത് ഒരുക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. കടലായത്ത് മനസ്സറിയുമാറാന്ന് അപേക്ഷിക്കുകയാണ്. വലിയ കർത്തദേശത്ത് അയച്ചാട്ടപ്പച്ച ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബായ സമർപ്പിക്കുന്നു. അവിടെ ബലപ്പെടുത്തണമേ, മഹത്വം എടുക്കണമേ, എല്ലാ മഹത്വം തിരുമേടിക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ യാചിപ്പിതാവേ ഉണ്ടായിക്കട്ടെ. ഉത്തരമാറാകണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിന്റെ ചില അടികൾ പാടിയതിനു ശേഷം സങ്കീർത്തനം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാതിനായി, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാതിനായി തന്ന നിന്നുന്നതമാ കൃപയ്ക്കായി വന്നു ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. വന്ദനം യേശുപാരാ നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനം യേശുപാരാ നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനം ചെയ്യുന്നു നിന്നാടിയാർ തിരു നാമത്തിനാദരവാ. വന്ദനം ചെയ്യും നിന്നാടിയാർ തിരു ആറാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യങ്ങളായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. സാം 6. ഈ ചൂടേറിയ മരുഭൂമിയിൽ ഒരു പകൽക്കാലം കൂടെ നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് അവസരം ഒരുക്കിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. പല വെത്തപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ അതേ കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല സാവകാശത്തിൽ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് രാവിലെ കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതേ സ്വർഗം തുറന്ന് നമ്മുടെ മേൽ അനുഗ്രഹങ്ങളെ പകരുവാൻ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ആരാധനയിൽ രോഗികൾ സൗഖ്യമാകണം, ബലഹീനർ ശക്തിപ്പെടണം. വിവിധ ആവശ്യങ്ങളും വിഷയങ്ങളുമായി വന്നിരിക്കുന്ന തൻ്റെ ജനത്തിന് വിടുതലാകുവാൻ ഇടയാകണം. അതിനായി സമർപ്പിക്കുകയും ചില കോറസുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മരണമേ നിന്നുടെ ജയമെവിടെ? നാട്ടിണം കൊണ്ടതൻ ഭക്തർക്ക് സംഹാരം കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിണം കൊണ്ടതൻ ഭക്തർക്ക് സംഹാരം കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം
പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. ഭീകരമാടലും മിശ്രയും സൈന്യനിരയും ഭീഷണിയാകും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാടലും മിശ്രയും സൈന്യനിരയും ഭീഷണിയാകും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ നിന്നും. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ. ശക്തരായ രാജാക്കളാ സിയോനു പോകുമെന്ന ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ താൻ. ശക്തരായ രാജാക്കളാ സിയോനു പോകുമെന്ന ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ താൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്മേൽ കവിയുകില്ല. അഗ്നിയാതി നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടോൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്മേൽ കവിയുകില്ല. അഗ്നിയാതിൻ നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടോൻ. ആമേൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. സൂര്യരുൾ പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്കു. വാരും തൻ കോലും വടിയും കൂടന്നും ആശ്വാസമാ. സൂര്യരുൾ പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്കു. വാരും തൻ കോലും വടിയും കൂടന്നും ആശ്വാസമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ അഭയം താൻ അവർക്കുന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. ഞാൻ നിന്നിടം ൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. ഞാൻ നിന്നിടം ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എത്തും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ. ഭൂമിയും പാണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം.
മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായും പാണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിലെത്തും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ കടലും ഇസ്രായേൽ സൈന്യനിരയും കടലും ഇസ്രായേൽ സൈന്യനിരയും തിരിപ്പെടുത്തിടുമ്പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിലെത്തും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ മരണമേ മരണമേ നിന്നുടെ ജയമെവിടെ ഞാൻ തിന്നം ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ മരണമേ മരണമേ നിന്നുടെ ജയമെവിടെ ഞാൻ തിന്നം ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിലെത്തും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കുമേ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ ഓ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവെന്നെ വീണ്ടെടുത്തു ആമേൻ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവെന്നെ വീണ്ടെടുത്തു ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ ഓ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ പാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ആമേൻ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ പാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനാം ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും
ഹല്ലേലൂയാ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തൻ ആരാധന ഉയരട്ടെ ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ Amen.
എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും അപ്പാ ഹല്ലേലൂയ, ഞാൻ ആരാധിക്കുന്ന പ്രഭാതകാലം സ്തുതികൾക്ക് യോഗ്യനായ എന്റെ ദൈവത്തെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ഓ ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പാടാം. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആമേൻ യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. 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 ശാന്തമായ അല്ല ഹല്ലേലൂയ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ നാം ആരായിട്ട് കരങ്ങളെ തട്ടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് കഴിഞ്ഞാൽ ശാന്തമായി ഇരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ യേശുവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലവും അനുഭവിക്കാൻ
ആദ്യനും അന്ത്യനും അവൻ മാത്രമാ. ഹല്ലേലൂയ. സ്തുതികൾക്ക് പുകഴ്ചയ്ക്കും യോഗ്യനായ യേശു മാത്രമാ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. കഴിഞ്ഞ ദിനങ്ങളിൽ ഹാലയ നടത്തിയ വിധങ്ങളെ ഓർത്താൽ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു നടത്തിയ വിധങ്ങളെ ഓർത്താൽ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അത്രയ്ക്ക് ഭയങ്കരമാ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. അങ്ങ് ആരാധിക്കുന്നു പിതാവേ. ഓ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ we worship you Lord. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനേ, പുകഴ്ചയ്ക്ക് യോഗ്യനേ. Hallelujah. Praise the Lord. Hallelujah. Jesus. Hallelujah. Praise the Lord. Hallelujah. പ്രാർത്ഥിക്കാം. മെൽവിൻ പ്രാർത്ഥിച്ചു. Hallelujah, 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 hallelujah. Loving Heavenly Father, Lord, thank you for this wonderful Sunday morning you have given us life, oh Lord, hallelujah. Lot of people are not able to see this wonderful day, oh Lord, hallelujah. Kept us safe and sound under your mighty arms, oh Lord, hallelujah. Lord, I thank you, Lord, for giving us such a wonderful worship session today, oh Lord, hallelujah. Lord, I thank you for all those who have come to this church today, oh Lord, hallelujah. Lord, I thank you for all those who are watching it through the online media, oh Lord, hallelujah. Lord, you've been with us, you've kept us safe, you've kept us safe throughout, oh Lord, hallelujah. Lord, I thank you for your love towards us, Lord, hallelujah. Thank you for your mercies towards us, oh Lord, hallelujah. Lord, we're going to sit in your presence for some more time, oh Lord, hallelujah. Lord, whatever your words are to us, oh Lord, hallelujah, help the pastor to speak to us. Speak to us through you, O Lord, hallelujah. Let your words be spoken through him, O Lord, hallelujah. Give us the wisdom to understand whatever he's saying, O Lord, hallelujah, and implement it in our life, O Lord, hallelujah. Lord, once again I submit today's worship, O Lord, hallelujah, in your hands, O Lord. Today's sermon in your hands, O Lord, hallelujah. Lead us in the right way, O Lord, hallelujah. Everything I ask in the name of Jesus, I pray. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ രാവിലെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ ഈ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ചർച്ചിലും ഭവനങ്ങളിലും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ അത് സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി ഇന്ന് രാവിലെ കാലം അനുഗ്രഹിക്കട്ടെ. അതെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന വിശ്വസ്തകൾക്കായി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, കേരളത്തിലായിരിക്കുന്നവർ, മറ്റ് പല സ്ഥാനങ്ങളിലായിരിക്കുന്നവർ, അവരൊക്കെയും ദൈവം അത്ഭുതകരമായ നിലയിൽ പരിപാലിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ ശാരീരികമായി ബലഹീന അവസ്ഥയിലായിരുന്നു. ദൈവം അവർക്ക് ബലം കൊടുത്തു. ശരീരത്തിൽ രോഗാവസ്ഥയിൽ ദൈവം സൗഖ്യം കൊടുത്തു. എല്ലാത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മോളി സിസ്റ്റർ അതേ മകളുടെ ഭവനത്തിൽ ഗുജറാത്തിൽ കടന്നുപോയി. അതേ പ്രിയ ദാസിയുമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായ നിലയിൽ പരിപാലിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മോട് കൂടി ഇരുന്ന് അത്ഭുതകരമായ നിലയിൽ നടത്തി. ഇന്ന് രാവിലെ കാലം ചില നാളുകൾക്ക് ശേഷം ചർച്ചിൽ വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള അതേ ആഴ്ചകളിൽ കൂടുതൽ പേർക്ക് വരുന്നുള്ള സാവകാശം ദൈവം നൽകട്ടെ. കൊറോണ വൈറസിൻ്റെ വ്യാപാരം ഇനി അത് വർദ്ധിക്കാതെ കുറഞ്ഞ് എല്ലാം ശാന്തമാകുന്നതിന് വേണ്ടി ദൈവസന്നിധി ശക്തമായി പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്ന് രാവിലെ കാലം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് അതേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം സ്വർഗം തുറന്ന അനുഗ്രഹങ്ങളെ പകരട്ടെ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ നാം ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുള്ളൂ. ആ കുറഞ്ഞ സമയങ്ങളിൽ അത് ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായി തീരട്ടെ. ഇന്ന് രാവിലെ കാലം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ആരംഭമായി അത് സാമ ഒരു 15 മിനിറ്റ് സമയം കർത്താവിൻ്റെ വചനത്തിൽ ശുശ്രൂഷിക്കും. അതിനോട് ചേർന്ന് ഞാനും ചില മിനിറ്റുകൾ അതേ സാം ശുശ്രൂഷിച്ചതിന് ശേഷം ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടുന്നു. അതേ കർത്താവിൻ്റെ മകനെ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെ മനസ്സിലാക്കി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. हालेलुया, प्रेज द लॉर्ड, हालेलुया। प्रभु की धन्यवाद हो, प्रभु की महिमा हो कि एक और बार प्रभु की उपस्थिति में मुझे आप सबके सामने प्रभु के वचन को लाने का ऐसा एक मौका प्रभु ने दिया, उसका मैं धन्यवाद देता हूँ। घर पे बैठे हुए सभी को भी मैं प्रभु का धन्यवाद देता हूँ। प्रभु के नाम से मैं प्रभु का धन्यवाद देता हूँ कि वाकई में एक ऐसा प्रभु ने समय दिया कि हम लोग सब प्रभु के एक साथ उपस्थिति में आकर प्रभु की आराधना कर पाए। हालेलुया। हम लोग आगे बढ़ने से पहले मैं एक छोटा सा सवाल पूछना चाहता हूँ। अगर आप प्रभु यीशु मसीह से प्रेम रखते हैं तो क्या अपना हाथ उठा के दिखा सकते हैं? अगर आप घरों में भी हो तो क्या आप हाथ उठा के दिखा सकते हैं कि वाकई में क्या आप प्रभु से प्रेम करते हैं? अगर नहीं करते हैं तो कोई बात नहीं, उसके हम लोग कुछ कह नहीं सकते उस चीज़ों के बारे में। पर एक चीज़ मैं आपको बता देना चाहता हूँ, अगर प्रभु से प्रेम दिखाने के लिए आज अभी अगर आप शर्म रखेंगे तो एक चीज़ अच्छे से याद रखना, जब अनंत काल का जीवन के बारे में निश्चय करने का, जब वो जजमेंट का दिन जब आएगा, तब प्रभु यीशु मसीह भी अपना हाथ नहीं उठाएंगे कि मैं इनको नहीं जानता करके। मेरे भाइयों और बहनों, ये बहुत बहुत ज़्यादा महत्वपूर्ण बातें हैं कि हम समझ पाए कि हम मसीही लोग हैं। अगर हम लोग इस बाइबल में लिखे हुए प्रभु यीशु मसीह से प्रेम नहीं रखते तो हमारे जीवन पूरा व्यर्थ है, हमारा चर्च आना पूरा व्यर्थ है। पर एक और चीज़ मैं बताना चाहता हूँ, हम लोग का सिर्फ हाथ उठा के दिखाने से अकेला फ़ायदा नहीं हुआ। यूहन्ना रचित सुसमाचार उसके 14वें अध्याय उसके 15वें आयत में यीशु मसीह यूँ बोलते हैं, If you love me, then follow my commands. If you love me, then keep my commands. अगर मुझसे प्रेम रखते हो तो फिर मेरे आज्ञाओं का अनुकरण करो, मेरे आज्ञाओं के पीछे चलो, मेरे आज्ञाओं को मानो। और यहाँ पर है जहाँ पर हम लोग अक्सर गिर जाते हैं। हम इंसानों से वो असंभव है, हालेलुया, हम लोग से असंभव है वो काम करना। पर हम एक महान परमेश्वर की आराधना करते हैं, करुणामय परमेश्वर की आराधना करते हैं। क्यों? क्योंकि उस परमेश्वर ने स्वयं पवित्र आत्मा के रूप में हमारे जीवन में आके रहने का एक निर्णय लिया, ताकि हमसे जो असंभव था वो प्रभु से संभव हो पाएगा। हालेलुया। आइए इसी तरीके के अनुसार आइए हम लोग जल्दी से वचन की तरफ बढ़ेंगे। मूल वचन के रूप में मैं मत्ती रचित सुसमाचार उसके 19वें अध्याय 23 से लेकर 26 आयतों को पढ़ना चाहते हैं। मैथ्यू चैप्टर 19 वर्स 23 to 26। कोई भी आप मलयालम में पढ़ सकते हैं और उसके बाद फिर मैं हिंदी में अनुवाद करके ही बोलूँगा। और ज़्यादा मैं पढ़ना नहीं चाहता, पर उससे बढ़कर अगर आप मलयालम में पढ़ेंगे तो वो हम सबके लिए अच्छा रहेगा। थैंक यू। आमेन, हालेलुया, आमेन। क्या हम एक आमेन बोल सकते हैं? आमेन। अपने घरों पे भी बैठ के आप एक आमेन बोल सकते हैं, आमेन। अब मैं क्यों आमेन बुलवा रहा हूँ? मैं क्यों, हम लोग अब जानते हैं आमेन का मतलब ही होता है मेरे जीवन में भी ऐसा हो पाए करके। और इसका कहने का अर्थ क्या है? यहाँ पर हम देख पाते हैं, हम लोग हमेशा अपने दैनिक जीवन में जब हम लोग कुछ चीज़ों को हम देखते हैं तो हम क्या बोलते हैं, जो मनुष्य से असंभव होगा वो परमेश्वर से असंभव है। पर जब हम लोग इसके पृष्ठ को समझते हैं, इसके बैकग्राउंड को समझने की कोशिश करते हैं, तो हम यहाँ पर क्या देख पाते हैं कि यीशु मसीह किस चीज़ को बता रहे हैं कि मनुष्य से अपने जीवन को उद्धार प्राप्त करवाना असंभव है। क्योंकि मनुष्य जो है वो दिल से ही खोट से भरा हुआ और दुष्ट मनुष्य है, दुष्ट व्यक्ति है। और यहां पर हम देख पाते हैं कि प्रभु यीशु मसीह तब बोलते हैं कि जो मनुष्य से असंभव है
क्योंकि मनुष्य से अपने जीवन में हम लोग देखेंगे जल्दी से वहाँ पर उसके हम लोग यहाँ पर देखते हैं उसके 25वें आयत में एक और बार आंटी आप पढ़ेंगे 25th ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. रक्षिकപ്പെടുവാൻ ആർക്ക് കഴിയും? किससे कौन होगा जो उद्धार प्राप्त कर पाएगा? क्यों? क्योंकि उसके पिछले वचन में प्रभु यीशु मसीह बोलते हैं कि एक धनी व्यक्ति जो है वो उसके लिए स्वर्ग के राज्य में जो प्रवेश करना इतना संभव है, उससे मतलब एक ऊंट को एक सुई के जो छोटा सा गड्ढा होता है उसमें से घुसना ज्यादा आसान है, और जबकि एक धनी व्यक्ति जो है उसके लिए स्वर्ग के राज्य में चढ़ना असंभव है। मेरे भाइयों और बहनों, हमारे जीवन में हमारा धन संपत्ति कहाँ है? What are your riches? हमारे जीवन का जो धन है, हमारे जीवन का जो संपत्ति है, वो किधर है? ये जानना जरूरी है। क्यों? क्योंकि प्रभु यीशु मसीह के पास जो व्यक्ति आया था, जो सवाल पूछता है, उसके 16वें आयत 16th वर्स से हम लोग जब पढ़ते हैं तो हम देख पाते हैं कि एक यंग मैन, हम जैसा, मुझ जैसा हो सकता है, 25-26 साल का, 30 साल का एक व्यक्ति होगा, वो प्रभु यीशु मसीह के पास आके क्या पूछता है? प्रभु, अनंत काल का जीवन प्राप्त करने के लिए मैं क्या करूं? मैं क्या करूं? जबकि एफेसियों की पत्री 2 अध्याय 8 और 9 में हम क्या पढ़ते हैं कि तुम्हारे करने से कुछ नहीं होने वाला, बाय फेथ थ्रू ग्रेस, हालेलुया, बाय ग्रेस थ्रू फेथ, हालेलुया, बाय ग्रेस थ्रू फेथ। हमारे कर्मों से नहीं। अगर हमारे कर्मों से हो पाता तो हम लोग कब का उद्धार प्राप्त कर बैठते। पर हम देख पाते हैं कि दुनिया का सबसे अच्छा इंसान तक नरक में जा रहा है अगर उसने प्रभु यीशु मसीह को अपने जीवन में उद्धार करता करके नहीं माना है। और इसी से मैं ये सवाल पूछना चाहता हूं आप सबसे, आपका धन और संपत्ति कहां पर है? वेयर आर योर रिचेस? मैं कुछ एग्जाम्पल्स देना चाहता हूं, कुछ उदाहरण देना चाहता हूं। क्या आपका धन संपत्ति वाकई में पैसों में है? क्या आपका धन संपत्ति आपके स्वास्थ्य में, हेल्थ में है? क्या आपका धन संपत्ति आपके बुद्धि में है? क्या आपका धन संपत्ति आपके ज्ञान, आपके पढ़ाई में है? क्या आपका धन संपत्ति आपके परिवार में है? क्या आपका धन संपत्ति आपके दोस्तों में है? क्या आपकी धन संपत्ति आपके समझ में है कि मैं बहुत कुछ बड़ी चीज हो करके? हम में से यहां पर बैठा हुआ हर एक व्यक्ति इसमें से कहीं ना कहीं एक जगह गिर चुका है, क्योंकि प्रभु यीशु मसीह ने क्या बोला? अपनी धन संपत्ति तू पूरी तरह दे दे, खत्म कर, बेच डाल। और उसके बाद प्रभु यीशु मसीह ने क्या बोला? मेरे पीछे हो ले, फॉलो मी करके प्रभु यीशु मसीह बोलते हैं। उसके 21वें आयत में जब हम देखते हैं तो मेरे भाई और बहनों, हम लोग को जानना जरूरी है कि हमारी धन संपत्ति क्या है, क्योंकि यीशु मसीह के वहां पर कहने का अर्थ क्या है? अपनी धन संपत्ति को छोड़ और तू मेरे पीछे हो ले, क्योंकि मैं तेरा धन और तेरी संपत्ति हूं। हालेलुया। प्रभु परमेश्वर, यहोवा परमेश्वर अब्राहम से क्या बोलते हैं कि आई एम योर एक्सीडिंगली ग्रेट रिवॉर्ड, मैं तेरा पुरस्कार हूं। प्रभु यीशु मसीह, प्रभु परमेश्वर, यहोवा परमेश्वर अब्राहम से ये नहीं बोलते कि कनान तेरा पुरस्कार है। प्रभु परमेश्वर ये बोलते हैं, मैं तेरा परमेश्वर, तेरा पुरस्कार। आपका और मेरा धन संपत्ति क्या है? आपका और मेरा धन क्या है? आपका और मेरा विश्वास किधर है? क्योंकि जहां पर आपकी धन और संपत्ति होगी उस तरफ आपकी नजर होगी। आमीन। अगर घर पे मान लीजिए कभी डकैती हो तो सबसे पहले आप क्या देखेंगे? जहां पर आपने पैसे बचा के रखे, जहां पर आपका आगे बढ़े, जहां पर आपका सबसे मूल्यवान चीज होगा, उस तरफ आप सबसे पहले दौड़ के देखेंगे, क्या कहीं चोर ने वो तो नहीं उठा लिया। मेरे भाई और बहनों, आपके और मेरे जीवन में कई किस्म की परेशानियां आ सकती है, आपके और मेरे जीवन में पीड़ा आ सकती है, दर्द आ सकती है, मुश्किलें आ सकती है, पर मैं आपसे कहना चाहता हूं, आपकी नजर कहां पर है? क्योंकि अगर आपने कहा कि मेरे घर पे जो चीज सबसे मूल्यवान चीज था उसको वो चोर कभी भी नाश नहीं कर पाया, उसको चुरा के नहीं ले जा पाया, तो आप क्या बोलेंगे? कुछ भी चले जाए चलता है, पर प्रभु का धन्यवाद कि ये बच गया। हालेलुया। अगर ऐसी बात है तो आपका उद्धार आपका सबसे महत्वपूर्ण काम है। आपका उद्धार जो है सबसे महत्वपूर्ण चीज है आपके जीवन में, और आपको और मुझे जानना जरूरी है कि हमारा उद्धार का निश्चय हमें करवाना जरूरी है। और यहां पर मैं उस मनुष्य की, उस यंग मैन के बारे में बताना चाहता हूं। यहां पर प्रभु यीशु मसीह उसको क्या बोलते हैं? उसके 18वें आयत में बोलते हैं उसको, उसके 18वें आयत में, आंटी आप जल्दी से पढ़ेंगे 18th वर्स को, जल्दी से मैं आपको दिखाना चाहता हूं कि प्रभु यीशु मसीह उसको क्या करने के लिए बोलते हैं। 18th ഏവയെന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക,
കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. और उसके बाद 21st वर्ष, യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. 20th verse में, യൗവനക്കാരൻ അവനോട് ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. यहाँ पर आप देख पा रहे हैं, यहाँ पर ये व्यक्ति क्या करता है. जल्दी से मैं बताता हूँ. याकूब की किताब में याकूब यूं कहते हैं कि एक भी 10 आज्ञाएं हमें मिली है, उन 10 में से एक को भी अगर आप तोड़ेंगे तो आप पूरे आज्ञाओं को, परमेश्वर के पूरे आदेशों को तोड़ने के बराबर है. अगर ऐसी बात है तो यहां पर इस व्यक्ति ने क्या गलती की? इस व्यक्ति की क्या गलती है? यहां पर हम देख पाते हैं कि इस व्यक्ति ने कमांडमेंट नंबर 1 और कमांडमेंट नंबर 2 तोड़ डाला. कैसे? क्योंकि जब यीशु मसीह ने बोला अपने पैसों को, अपने धन संपत्ति को बेचकर मेरे पीछे हो ले, तो वो व्यक्ति क्या हुआ? वो पीछे मुड़ा और चल गया. क्यों? क्योंकि उसका परमेश्वर यहोवा परमेश्वर नहीं, उसका परमेश्वर उसका धन था. पहले और दूसरे आज्ञाओं में परमेश्वर यूं बोलते हैं, यू शैल हैव नो अदर गॉड्स बिफोर मी, मेरे सामने कोई और परमेश्वर नहीं. और दूसरी आज्ञा यूं होती है कि परमेश्वर बोलते हैं और किसी इमेज को, और किसी किस्म के प्रतिबिंब को कभी भी में खड़ा ना करना और उसकी आराधना ना करना. डू नॉट वर्शिप आइडल्स. मेरे भाई और बहनों, क्या हम भी एक बार मुड़ के देख सकते हैं कि वाकई में क्या मैं एक आइडल के पीछे तो नहीं जा रहा? क्यों? क्योंकि यहाँ वचन के अनुसार हम लोग को परमेश्वर के बारे में जानना जरूरी है. इस वचन के अनुसार परमेश्वर कौन है करके हमें जानना जरूरी है. और इसलिए ही मेरे मैसेज का शीर्षक भी अगर मैं दूं तो अब तक तो मैं बैकग्राउंड बता रहा था और मैं जल्दी से आगे बता के ख़त्म भी करना चाहता हूँ. बट अब मेरा मैसेज का अगर हेडिंग दूं तो वो यही होगा, नो दाई गॉड. अपने परमेश्वर को जानिए. अगर हमसे कोई पूछे, अगर मुझसे 2 महीने पहले या 3 महीने पहले कोई मुझसे अगर पूछे कि परमेश्वर के बारे में अगर आप बताएं तो सबसे महत्वपूर्ण चीज़ क्या है बताना, आप बता पाएंगे? तो मैं सीधा उनको पहले यूहन्ना 4 अध्याय उसके 16वीं आयत में लेके जाता. 1 John 4:16 उसमें यूं लिखा है, गॉड इज लव. हम लोग क्या बोलेंगे? परमेश्वर प्रेम है करके हर कोई बोल बैठेगा. पर उसके बाद क्या? सिर्फ परमेश्वर क्या सिर्फ प्रेम है? हम लोग ये देखते हैं परमेश्वर करुणामय है. भजन संहिता 103 में हम देखते आते हैं, गॉड इज कंपैशनेट, ग्रेशियस, अनुग्रहकारी परमेश्वर है. उसी के साथ हम देखते हैं परमेश्वर गुस्से की तरफ विलंब से गुस्सा होता है. उसी के साथ साथ प्रेम से भरा हुआ परमेश्वर है करके हम वचन में देखते हैं. हमेशा हम लोग परमेश्वर की उन चीज़ों के बारे में हम ज़्यादा बढ़ते हैं, उन चीज़ों की तरफ ज़्यादा बढ़ते हैं. मेरे भाइयों और बहनों, वचन के अनुसार अगर हम देखें, बाइबल के अनुसार अगर हम देखें, तो एक ऐसा कैरेक्टर है परमेश्वर का, एक ऐसी विशेषता है परमेश्वर की जो इन सबसे भी अधिक है, सबसे भी बढ़कर बाइबल में बताया गया है. मूसा जब उस जलते हुए झाड़ी के सामने आके खड़ा हुआ, परमेश्वर ने बोला, ये ज़मीन जहाँ पर तू खड़ा है वो पवित्र है, अपने पैरों से चप्पल को हटा. जब यहोशू जो है यरीको के दीवार के सामने खड़ा हुआ था और सेनाओं का यहोवा, वो कौन था जो परमेश्वर वहां पर आया था? वो परमेश्वर स्वयं थे, वो यीशु मसीह स्वयं थे. क्योंकि वो क्या बोलते हैं? मैं स्वर्ग की सेनाओं का सेनापति हूं करके. और वहां पर वो यीशु मसीह क्या बोलते हैं? अपने पैरों के चप्पल को उतार, क्योंकि जहां तू खड़ा है वो पवित्र जमीन है. पहले पत्रुस के पहले अध्याय और 21वीं आयत में हम यूं पढ़ते हैं कि बी होली फॉर आई एम होली. तू पवित्र रहे क्योंकि मैं पवित्र हूं. और सबसे ज्यादा हम लोग देख पाते हैं यशायाह नबी की किताब 6 अध्याय और उसकी 3री आयत, आइज़ाया चैप्टर 6 एंड वर्स 3, इसको हम पढ़ेंगे भी जरूर. और वहां पर हम क्या देखते हैं? सेराफिम को चिल्ला के बोलते हुए पवित्र 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 करके. यहां पर वो सेराफिम लोग चिल्ला के बोल रहे हैं, प्रभु की आराधना कर रहे हैं, प्रभु को महिमा दे रहे. क्यों? क्योंकि वो सबसे पहले पवित्र है, उसके बाद ही वो कुछ और है. मेरे भाइयों और बहनों, हमारा परमेश्वर पवित्र है. हम लोगों ने वो गीत भी गाया है, यीशु पवित्र है कर. क्यों गाते हैं हम लोग? क्योंकि यीशु प्रेम तो जरूर है, पर वो पवित्र 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 है. आप कहीं पर भी वचन में ये लिखा हुआ नहीं देखेंगे कि यीशु प्रेम 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 है. हम ये कभी भी लिखा हुआ नहीं देखेंगे कि यीशु करुणामय 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 है. पर हम ये जरूर देखते हैं, पवित्र पवित्र पवित्र. अगर इंग्लिश लैंग्वेज में अगर हम देखें तो पॉजिटिव, कंपैरेटिव, सुपरलेटिव हम लोग को बचपन में सिखाया गया था. गुड, बेटर, बेस्ट.
ऐसे करके उनको दिखाते हैं कि कितना ज़्यादा वो चीज़ एक चीज़ हो सकता है। उसी के अनुसार जब हम अब बाइबल को पढ़ते हैं, यशायाह नबी की किताब 6 अध्याय 30 आयत, आंटी पहले एक बार पढ़ेंगी पास्टर आंटी, और उसके बाद फिर मैं आगे समझाना भी चाहता हूँ। ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു। आमीन, हालेलुया। हम लोग देख पाते हैं यहाँ पर क्या लिखा है कि सेनाओं का यहोवा पवित्र पवित्र पवित्र। अगर हम बाइबल के लैंग्वेज में, अगर उस समय के अनुसार, मैंने एक सरमन में यहाँ पर इसको मैं बोलते हुए सुना था, इसलिए मैं आपके सामने रखना भी चाहता हूँ। पवित्र यानी कि पॉजिटिव। पवित्र एक और बार जब बोला तो वो और पवित्र, और जब पवित्र एक और बार बोला तो सबसे पवित्र करके परमेश्वर के बारे में लिखा गया है। और किसी भी चीज के बारे में परमेश्वर के बारे में यूं नहीं बोला गया कि परमेश्वर क्रोध का परमेश्वर है, या परमेश्वर जलन रखने वाला परमेश्वर है, या परमेश्वर प्रेमी परमेश्वर है। किसी भी चीज के बारे में यूं नहीं लिखा गया, पर इसके बारे में जरूर लिखा गया है कि परमेश्वर अति पवित्र है। मेरे भाइयों और बहनों, एक अति पवित्र परमेश्वर की हम आराधना करते हैं। एक अति पवित्र परमेश्वर की उपस्थिति में आप यहाँ कर बैठे हो, अपने घरों पे आप बैठे हो। मेरे भाइयों और बहनों, अंकल और आंटी लोग, हम लोग किसकी आराधना कर रहे हैं? क्या हम लोग एक मूर्ति के पीछे तो नहीं जा रहे कहीं? क्योंकि जब हम बोलते हैं परमेश्वर प्रेम है तो हमें लाइसेंस मिल जाता है हर एक किस्म का पाप करने का। और जब हम बोलते हैं परमेश्वर पवित्र है तो हर एक पाप करने से पहले हम सोचेंगे कि सही में करना है। हर एक बार एक फालतू बात बोलने से पहले हम सोचेंगे कि करना है। हर एक बार एक गलत पढ़ाव लेने से पहले हम सोचेंगे मेरा परमेश्वर पवित्र है, मैं क्या करूंगा या मैं क्या करूंगी। बैर रखने से पहले, जलन रखने से पहले, कुछ भी रखने से पहले हम पूछेंगे परमेश्वर मुझे आपके सामने न्याय के दिन में खड़ा होना है। अगर आप पवित्र है तो मेरे अंदर यह अशुद्ध बातें कैसे बैठ सकती है? आप ये सवाल पूछ बैठेंगे। आपके और मेरे अनंत काल के जीवन का सवाल है ये, इसको हल्के में मत लीजिएगा। मैं खुद जानता हूं कि मैं पापी मनुष्य हूं, इसलिए जब मैं आपसे बोलता हूं तो सबसे पहले मैं अपने आप से बोल के ही यहां पर आपके सामने आया हूं, क्योंकि मैं जानता हूं मैं पापी मनुष्य हूं। प्रेरित पौलुस खुद जानते हैं वो पापी मनुष्य है, पापी मनुष्य थे। मैं आपको जल्दी से पढ़ाना चाहता हूं, उसके बाद मैं बंद कर दूंगा। पहले तिमोथियुस की हम किताब निकालेंगे, 1 तिमोथी चैप्टर 1 एंड वर्स 15 हम पढ़ेंगे। वर्स 15, 1 वर्स 15, 1 तिमोथी चैप्टर 1 एंड वर्स 15। यहां पर हम देख पाएंगे प्रेरित पौलुस अपने बारे में बता रहे हैं। ये कौन सा प्रेरित है? प्रेरित पौलुस। तिमोथी की किताब हम जानते हैं आखिर में लिखे हुए किताबों में से एक है, आखिर में लिखे हुए पत्रियों में से एक है। और यहां पर हम देख पाते हैं प्रेरित पौलुस, जिन्होंने हो सकता है 20 वर्ष के आसपास प्रभु की सेवकाई की है, हजारों लोगों को प्रभु के पास लाए हैं, जिन्होंने इस नए नियम के ऑलमोस्ट 2/3 करके कुछ लिखा है। वो व्यक्ति अपने बारे में क्या बोलता है, आइए हम लोग जल्दी से पढ़ेंगे पहले तिमोथियुस 1 अध्याय और उसके 15वीं आयत को। ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. और ये व्यक्ति कौन है? एक प्रेरित, एक अपोस्टल, जो हर एक दिन आश्चर्यकरण के कामों को करता है, जो हर एक दिन प्रभु के सुसमाचार को सुनाता है, जो कलीसिया में जाकर परमेश्वर के वचन को सुनाता है, जो हर एक पापियों को बोलता है तू मन फिरा। और वो व्यक्ति क्या बोल रहा है कि मैं सबसे बड़ा पापी हूं और मुझे उतना ही परमेश्वर की अनुग्रह की जरूरत है, उतना ही परमेश्वर की ग्रेस की जरूरत है। क्यों? क्योंकि वो एक पवित्र परमेश्वर है। वो ऐसा वैसा परमेश्वर नहीं, वो सिर्फ प्रेम का परमेश्वर नहीं, वो पवित्र और अति पवित्र परमेश्वर है। और वो ही अति पवित्र परमेश्वर आपके और मेरे अंदर रहता है। तो ऐसी बात है, तो अब हम समझ सकते हैं 1 कोरिन्थियों में जब परमेश्वर बोलते हैं कि यू आर द टेम्पल ऑफ गॉड, डू नॉट डिफाइल द टेम्पल ऑफ गॉड। परमेश्वर के मंदिर को खराब मत करो, अशुद्ध मत करो। हम लोगों को अचानक से समझ आता है कि परमेश्वर क्यों हम लोगों को हमारे खुशी से भी बढ़कर, हमारे अच्छाई और भलाई से भी बढ़कर परमेश्वर को क्यों हमारे जीवन में पवित्रता की जरूरत है। क्योंकि खुशी और भलाई अनंत काल के जीवन में जब हम जाएंगे, अनंत काल के लिए हमारे साथ रहेगा। अभी जो 30, 40, 50, 60, 70, 80, 90, 100 साल जो हमें मिले हैं, क्या वो हम परमेश्वर की महिमा के लिए, परमेश्वर की उपस्थिति में आकर हम बिता सकते हैं क्या? हम लोग हमेशा बोलते हैं प्रभु मुझे न्याय चाहिए, मेरे जीवन में परेशानियां हो रही है, मेरे जीवन में पीड़ा आ रही है, मुझे न्याय चाहिए। हम लोग
भजन संहिता 6 आज जो हमने पढ़ा, सैम्स चैप्टर 6, उसमें हम क्या पढ़ते हैं? जब मैंने उसको पढ़ा तो अचानक से मुझे बहुत खुशी हुई, क्योंकि दाऊद राजा दूसरे आयत में क्या पढ़ते हैं? हैव मर्सी ऑन मी लॉर्ड। वो ये नहीं बोलता कि परमेश्वर मेरे को न्याय करो, वो बोलता है परमेश्वर मुझे करुणा दीजिए। क्योंकि अगर परमेश्वर न्याय करने पे आ गए तो हर एक यहाँ पर जो लिखे हुए हैं, सबसे शुद्ध व्यक्ति तक, पौलुस खुद जो है वो नरक में बैठे होंगे। मेरे भाइयों और बहनों, हमें जानना ज़रूरी है कि हम किसके पास हैं, किसके पास आए हैं प्रार्थना करने के लिए, किसके पास आए आराधना करने के लिए। अगर जब उस मनोभावना के साथ हम यहाँ पर आएंगे, तब ये फ़ोन उठाने का तक मन नहीं करेगा चर्च में आके। तब क्या है, फ़ोन साइलेंट रख के बंद करने का तक मन कर जाएगा, पर फ़ोन उठाने का मन नहीं करेगा, किसी और चीज़ के बारे में ध्यान देने का मन नहीं करेगा। अगर इस दुनिया का एक प्रेसिडेंट या राजा आपके घर पे आए तो आप कितनी देर तक ऐसे पैरों के ऊपर पैर रख के फ़ोन बैठेंगे? कोई नहीं बैठेगा। हर कोई हो सके तो घुटने पे बैठ के उनके साथ बात करेंगे। पर परमेश्वर की आराधना करते समय हम अक्सर भूल जाते हैं कि परमेश्वर कौन है। वचन यूँ कहता है, वो अति पवित्र है, सबसे पवित्र परमेश्वर है। मेरे भाई और बहनों, हम इस परमेश्वर की आराधना कर पाए, इस परमेश्वर की उपस्थिति में आकर हम लोग अपने प्रार्थनाओं को रखें, इस परमेश्वर की उपस्थिति में आकर उनकी हम आराधना करें। क्योंकि तब जब हम करेंगे, हमारे जीवन में हम लोग समझ पाएंगे कि परमेश्वर कितना महान है। उतना ही हम अपने जीवन में और निर्मल होंगे और विनम्र होंगे और अपने आप को नीचे घटाते रहेंगे। और जैसे यूहन्ना बपतिस्मा देने वाला कहा, तू बढ़े और मैं घटूं, हम उतना बोल पाएंगे। हालेलुया। इन चीज़ों से आपको प्रभु आशीष करे। मैं जल्दी से प्रार्थना करके वचन को बंद करना चाहूँ। प्रभु धन्यवाद पिता परमेश्वर, पवित्र परमेश्वर, आपकी उपस्थिति में हम आते हैं प्रभु। प्रभु हम जानते हैं पिता कि हम पापी मनुष्य हैं प्रभु, पर प्रभु हम एक और चीज़ जानते हैं कि यीशु के कारण, यीशु मसीहा के कारण प्रभु, हमें न्याय की जगह हमें आपने करुणा से, अपने प्रेम से हमें उद्धार प्रदान किया। पिता मदद कीजिए पिता परमेश्वर कि आने वाले दिनों में भी प्रभु हम लोग और ज़्यादा आपकी उपस्थिति में विनम्र होकर अपने आप को सौंप पाए, पाप से हम दूर हट पाए, ताकि प्रभु आपके नाम की महिमा हमारे जीवन में हो पाए। प्रभु सब कुछ आपके हाथों में सौंप देते हैं, इस कलीसिया को आपके हाथों में सौंप देते। प्रभु आपका नाम ऊंचा उठाया जाए, सब कुछ आपके हाथों में सौंप देते हैं। यीशु मसीह के नाम से इस प्रार्थना को मांगता हूँ, सुनिएगा और उत्तर दीजिएगा पिता, आमीन। Thank you, sir. Praise the Lord. Praise the Lord. അനുഗ്രഹീതമായ വചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാനും ദൈവവചനത്തിൽ കൂടെ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാവിലെ കാലം ഇവിടെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ദൈവ മകനായി, ദൈവ മകളായി തീരുന്നതിന് വേണ്ടി നാം എത്ര പരിശ്രമിച്ചാലും സാധിക്കാത്ത, മനുഷ്യർക്ക് അസാധ്യമായ ഒരു വിഷയമാണ് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ്, രക്ഷ എന്നുള്ളത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന ജനങ്ങൾ പറയുന്നു, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? കർത്താവ് പറയുന്നു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവൻ്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും ഒരു നാളും കഴിയത്തില്ല. അങ്ങനെ മനുഷ്യർക്ക് കഴിയാത്ത കാര്യത്തെ സാധിച്ചെടുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ ക്രൂശിൽ യാഗമായി. ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ കഴിയും? കൃപയാൽ. അത് എഫെസ്യർ പറയുന്നത്, കൃപയാലല്ലോ
നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ ആലയത്തിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അതെ, എനിക്ക് അസാധ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ദൈവമകനാകുക, ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ അത് കഴിയാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ അതെന്ത് ചെയ്തു? കർത്താവ് സാധിപ്പിച്ചു, ദൈവം അത് സാധിപ്പിച്ചു. കൃപയാൽ വിശ്വസിപ്പാനുള്ള ആ അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഞാൻ വിശ്വസിച്ചു, ഞാൻ ദൈവമകനായി. അപ്പോൾ അങ്ങനെ ദൈവമകനായി ദൈവമകളായി തീർന്ന നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം. ഇസ്രായേൽ പറയുമ്പോൾ അവര് പെസഹ ആചരിക്കുമ്പോൾ എന്താണ്? ഈ ദിവസം നിങ്ങൾക്ക് എന്നും ഒരു ഓർമ്മ നാളായിരിക്കണം. ആ വീണ്ടെടുപ്പിൻ്റെ, അവർ വിടുവിക്കപ്പെട്ട ഫറവോന്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആ ദിവസം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിൻ്റെ രക്തം കട്ടിൽക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി, അതിൻ്റെ മാംസം തീയിൽ ചുട്ട് കയ്പ് ചീരയോടുകൂടെ തിന്ന്, കാലിൽ ചെരുപ്പിട്ട് വടി പിടിച്ച് തിടുക്കത്തോടെ തിന്ന്, അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെ, വീട്ടിലായാലും ആലയത്തിലായാലും ഒക്കെ നാം ഒന്ന് പുറകോട്ട് ഇറങ്ങി ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയാൽ ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാര്യം എത്രയോ ധനവാന്മാരും സമ്പന്നന്മാരും ഈ ദൈവത്തെ അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവ് എന്നെ സ്നേഹിച്ചല്ലോ, രാവിലെ കാലവചന സൂക്ഷിക്കായി ദൈവസാമിനെ ബലപ്പെടുത്തിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, ദൈവത്തെ അറിയുക എന്നുള്ള ഒരു ചിന്ത. അതിനോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ അത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 4 അതിൻ്റെ 40 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4:40 വാക്യം തൊട്ട് വായിച്ചാട്ടെ. ലൂക്കോസ് 4 നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെ മേൽ കൈവച്ചു അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. ഇനി അതിന് 42 വാക്യം 42. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. നോക്ക്, സൂര്യൻ അസ്തമിച്ച് വൈകിയ സമയത്ത് എന്ത് ചെയ്യുന്നു? നാനാവിധ വ്യാധി പിടിച്ച ആളുകളൊക്കെ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവരവരുടെ മാനുഷികമായ നിലയിലുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തവരായിരിക്കും. ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അവർ വളരെ പ്രവർത്തിച്ചവരാണ്. എന്നാൽ അവരെ കൊണ്ട് അതൊന്നും നടത്തിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കൽ അവർ വന്നു. കർത്താവ് എന്ത് ചെയ്തു? അവരെല്ലാം സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി അവരെ സൗഖ്യമാക്കി, അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തു. അങ്ങനെ രാത്രി മുഴുവൻ ശുശ്രൂഷ ചെയ്തു. പുലർന്നപ്പോൾ എന്ത് ചെയ്തു യേശു? പുലർച്ചയായപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ആളുകൾ എന്ത് ചെയ്തു? അവനെ തിരഞ്ഞ് അവന്റെ അരികത്തെത്തി. അവനെ അന്വേഷിച്ചെത്തിയിരിക്കുക. എന്താണ് കാരണം? എന്താണ് കാരണം? അന്വേഷിച്ചെത്താനുള്ള കാര്യം എന്താണ്? പ്രശ്നങ്ങളാ ചുറ്റപ്പെട്ട, മുന്നോട്ട് പോകാൻ കഴിയാതെ പലവിധ നിലകളിലുള്ള രോഗവും പ്രയാസവും അസമാധാനവും ബന്ധനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആ ജീവിതങ്ങൾക്ക് ഒരു കാര്യം അറിയാം: നിർജ്ജന പ്രദേശമാണെങ്കിലും യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആ നിർജ്ജന പ്രദേശത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ യേശു പരിഹരിക്കുമെന്നുള്ള ആഴമായ ഒരു അറിവ് അവർക്കുണ്ടായിരുന്നു. ആ അറിവിന്റെ വെളിച്ചത്തിലാണ് അവർ ആ നിർജ്ജന സ്ഥലത്തേക്ക് പോയത്. കർത്താവ് പറഞ്ഞില്ല അങ്ങനെ പോകുന്ന കാര്യം. എന്നാൽ അവരെന്ത് ചെയ്തു? അന്വേഷിച്ച് തിരഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ എത്തുകയാണ്. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ എത്തിയ ആ ജനം, ആ ആളുകൾ എന്താ പറയുന്നത്? തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. കർത്താവേ പോകല്ലേ. കാര്യം എന്താണ്?
സൂര്യൻ അസ്തമിച്ച ശേഷം എന്ത് ചെയ്തു? യേശു വൈകുന്നേരം എന്ത് ചെയ്തു? തൻ്റെ അടുക്ക വന്ന രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, രാത്രി ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? പുലർച്ചെയായപ്പോൾ നിർജ്ജന സ്ഥലത്തേക്ക് പോയി. ആ നിർജ്ജന സ്ഥലത്ത് എന്ന് ജനം പറയുകയാണ് എന്ത്? തങ്ങളെ വിട്ടു പോകാതെ എന്ത് ചെയ്യണം? അതെ, പോകാതിരിപ്പാൻ നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കണം. കാര്യം എന്നും പ്രശ്നങ്ങളാ. ഇന്ന് വന്ന പ്രശ്നമല്ല നാളെ വരുന്നത്, ഇന്നലെ വന്ന പ്രശ്നമല്ല ഇന്ന് വരുന്നത്. നമ്മൾ ചിലവൊക്കെ പറയും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്തോ അവർക്ക് പ്രശ്നം? മക്കൾ രണ്ടുപേരും അമേരിക്കയിൽ, അതിന് അവർ കല്യാണം കഴിഞ്ഞു, ബാധ്യതയെല്ലാം തീർന്നു, നാട്ടിൽ വീടുണ്ട്, ഡൽഹിയിൽ വീടുണ്ട്, പിന്നെ പറമ്പുണ്ട്. എന്തോ അവർക്ക് വിഷയം? അവർക്കൊരു വിഷയം മുഴുവൻ എനിക്കാ. ഞാനാണ് ഇവിടെ കിടന്ന് എന്ത് ചെയ്യുക? ചക്രം അത് വലിക്കുക. ഞാനിവിടെ കിടന്ന് മുക്കറയിടുക ജീവിക്കാൻ വേണ്ടി. അവർക്കൊരു പ്രശ്നവും ഇല്ല. നമ്മളെക്കാൾ വലിയ പ്രശ്നത്തിലാണ് അവര്, നമ്മളെക്കാൾ വലിയ പ്രശ്നത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയിട്ടത് നമുക്കത്ര പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ആഗ്രഹം എന്താണ്? കർത്താവ് എന്ത് ചെയ്യരുത്? അവരെ വിട്ട് പോകരുത്. കാര്യം എന്താണ്? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യേശുവിനെ അല്ലാതെ മറ്റൊരുത്തനെ അവർ കാണുന്നില്ല. യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവർ കാണുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശുവിനെ അവർ തടഞ്ഞു നിർത്തിയ കർത്താവേ നീ പോകരുത്. ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, ഇന്നാര് സഹായിക്കും, ഇന്നാരെ സഹായിക്കും, ഇന്നാര് സഹായിക്കും. വെറുതെയാ. സ്തോത്രം, സ്തോത്രം. സഹായിക്കുമായിരിക്കും, അതൊക്കെ ഒരു പരിധി വരെ മാത്രം. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ വേദനകളെ മനസ്സിലാക്കി, നമ്മുടെ അതേ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മളെ നന്നായി സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ സ്നേഹിതന്മാര് 3 പേര്, ഇയ്യോബിനുണ്ടായ തകർച്ചയും വേദനയും അവർ കേട്ടു. അവർ 3 പേരും കൂടെ ഒത്തു. എന്താ? നമുക്ക് എവിടെ പോകണം? എവിടെ പോകണം? തകർന്നു കിടക്കുന്ന വേദന അനുഭവിക്കുന്ന ഇയ്യോബിന്റെ വീട്ടിൽ പോകണം. 3 പേര് തീരുമാനിച്ചു. അവർ പുറപ്പെട്ടു വന്ന് ദൂരത്ത് വെച്ച് തന്നെ ഇയ്യോബിനെ കണ്ട് തിരിച്ചറിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? ഉറക്ക കരഞ്ഞ് പൂഴി വാരിയിട്ട് അവര് നിലവിളിച്ചു. ഇയ്യോബിന്റെ അടുക്കൽ വന്നു. 7 രാപ്പകൽ ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നു. 7 രാപ്പകൽ. നോക്ക, 7 രാപ്പകൽ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് പറയാൻ തുടങ്ങി. പറഞ്ഞതൊക്കെ എന്തുവാ? നേരായി ജീവിച്ചവർക്കൊന്നും ഇങ്ങനെ വന്ന് സംഭവിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒക്കെ പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ടാക്കിയാ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ മനുഷ്യർ ഇതൊക്കെ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തമ്പുരാൻ അറിയാൻ നാം പോകുന്ന പാത എങ്ങനെയുള്ള പാതയാണ്. അതേ കർത്താവിനെ അറിയാൻ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്, എന്താണ്? നമ്മുടെ കർത്താവിനെ അറിയാം. അതുകൊണ്ട് അവര് യേശുവിൻ്റെ ആ സാന്നിധ്യം, യേശു അവരെ വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി യേശുവിനെ എന്ത് ചെയ്യുന്നു? അവരെ തടഞ്ഞു നിർത്തുകയാണ്. പകൽക്കാലം ദൈവത്തിൻ്റെ പൈതങ്ങളെ, നമുക്ക് ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. അതാണ് മാർത്തയ്ക്ക് പറയുവാനുള്ളത്, അതാണ് മറിയയ്ക്ക് പറയാനുള്ള. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ അനുഭവിച്ച ആ പ്രയാസത്തിൻ്റെ നടുവിൽ അവൻ ദീനമായി കടന്നപ്പോൾ നീ ഇവിടെ വന്നിരുന്നുവെങ്കിൽ നിശ്ചയമായി അവനെ സൗഖ്യമാക്കിയേനെ, നീ അവനെ വിടുവിച്ചേനെ. ദൈവത്തിന് സ്തോത്രം. അതെ, അവൻ മരിച്ച സമയത്തും
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഉയർപ്പിച്ചേനെ. പക്ഷെ ഇപ്പോൾ 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. അത് നിന്റെ സാന്നിധ്യമില്ലാതെ പോയതാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ തകർച്ച, ഞങ്ങളുടെ വേദന നീ ഇല്ലാതെ പോയതാണ്. ഇന്ന് രാവിലെ കാലം വിളിച്ചു പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, വീടുണ്ടെന്ന് പറഞ്ഞാലും, വാഹനമുണ്ടെന്ന് പറഞ്ഞാലും, പരമുണ്ടെന്ന് പറഞ്ഞാലും, അതെ വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവ് അതെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയാൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. കർത്താവ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? എല്ലാമുണ്ട്. കാര്യം കർത്താവ് ആരാണ്? അവൻ സമ്പന്നനാണ്. അതെ, ഹല്ലേലൂയ. അവന്റെ ശ്രീഭണ്ഡാരത്തിൽ നമുക്ക് വേണ്ട എല്ലാ നിക്ഷേപങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ ഭണ്ഡാരത്തിനകത്തുണ്ട്. അവൻ എല്ലാറ്റിനെയും നിറയ്ക്കുന്ന നിറവാണ്. ആ നിറവിൽ നിന്നാണ് നാം നിറവ് പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരെപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. കാര്യം ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. ഇന്ന് പൽക്കാലം ദൈവത്തിന് ബദല് ഇന്ന് അതേ നേരിടുന്ന വിഷയമായിരിക്കത്തില്ല നാളെ വരാൻ പോകുന്ന വിഷയം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സങ്കീർത്തനക്കാർ 27 സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ. കാര്യം അവിടെയാണ് വിടുതൽ, അവിടെയാണ് ദൈവ സാന്നിധ്യം, അവിടെയാണ് ദൈവശബ്ദം. അപ്പോൾ അവിടെ പാർക്കാനാണ് സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം. ഇന്ന് രാവിലെ കാലം നാം ദൈവ സാന്നിധ്യം കൊതിക്കുന്നവരായിരിക്കണം, ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ആരാധനയിലും വലിയ ദൈവ സാന്നിധ്യം അയക്കണമേ. ആ ദൈവ സാന്നിധ്യം എന്നോട് കൂടി ഇരിക്കണമേ എന്ന് നാം ആഗ്രഹിക്കണം. മോശ ഹോരേബിൽ ദൈവത്തെ കണ്ട വ്യക്തിയാണ്. എന്നാൽ പിന്നെയും മോശയ്ക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ താല്പര്യപ്പെട്ടു. ദൈവമേ, നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചത്. ആ സാന്നിധ്യം അനുഭവിക്കാൻ മോശ പിന്നെയും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറ്റൊരു ദേശക്കാരെ കുറിച്ച് നാം വായിക്കുമ്പോൾ കർത്താവ് ആ ദേശത്ത് നിന്ന് പോകാനായിട്ട് അവരാവശ്യപ്പെട്ടു. നമുക്കറിയാം, ഗദരദേശം ലഗ്യൻ ബാധിച്ചു കിടന്ന ആ ഭൂതഗ്രസ്തൻ ആർക്കും ഒതുക്കാൻ കഴിയാതെ അത് ഏത് ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അതൊക്കെ പൊട്ടിച്ച് കളയുന്ന ആ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. ആ ഭൂതങ്ങളെല്ലാം പന്നി കയറി, പന്നി കടലിൽ ചാടി ചത്തു. അപ്പോൾ ആ ദേശക്കാരുടെ പന്നിക്കൃഷിക്ക് നഷ്ടം സംഭവിച്ചു. ആ ദേശക്കാരെന്ത് പറഞ്ഞു? അവിടെ അതിര്, മർക്കോസ് സുവിശേഷത്തിൽ മാർക്ക് ചാപ്റ്റർ 5 അതിൻ്റെ 15 മുതൽ യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകും. യേശുവിനോട് പറയാ, എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അതിര് വിട്ടുപോക്കണം. ഇവിടെ ഇനി എന്ത് ചെയ്യരുത്? നിൽക്കരുത്. നമ്മൾ ലൂക്കോസിൽ വായിച്ചത് എന്താണ്? ഒരു കൂട്ടം ആളുകൾ നിർജ്ജന പ്രദേശത്ത് യേശുവിനെ അന്വേഷിച്ചെന്ന് അവനെ കണ്ടെത്തി അവന്റെ അരികത്തിരുന്ന് പറയുകയാണ്, എന്ത്? ഞങ്ങളെ വിട്ട് പോകരുത്. യേശുവിനെ അവര് തടഞ്ഞു നിർത്തുകയാണ്. ഇതാ ഇവിടെ ഗദരദേശം എന്താണ്? ഞങ്ങളുടെ അതിര് വിട്ട് പോകണം. ഇന്ന് ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ സാന്നിധ്യത്തെ തിരസ്കരിക്കുമ്പോൾ, ഇന്ന് രാവിലെ കാലം ഞാനും നിങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്തുകൊണ്ട്? നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, ഈ മരുഭൂമിയിൽ നമ്മെ സഹായിപ്പാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവ സാന്നിധ്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് സക്കായി ആഗ്രഹിച്ചത് യേശു എങ്ങനെയുള്ള മനുഷ്യനെന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. അതെ, എന്നാൽ അവന് കാണാൻ സാധിക്കാതെ അവൻ നീളത്തിൽ കുറവുള്ള ആളായതുകൊണ്ട്, നീളം കുറഞ്ഞ ആളായതുകൊണ്ട് യേശുവിനെ കാണാൻ സക്കായിക്ക് കഴിഞ്ഞില്ല. കാര്യം നീളമുള്ള ആളുകളൊക്കെ യേശുവിൻ്റെ ചുറ്റും കൂടി, എവിടെ യേശു വന്നാലും അവിടെയൊക്കെ നീളം കൂടി ആളുകൾ നിൽക്കുന്നത് കൊണ്ട് അവന് കാണാൻ കഴിഞ്ഞില്ല. അവനൊരു അത്തിയുടെ മേളിൽ കയറി യേശുവിനെ കാണാൻ, യേശു അതുവഴി പോകുമ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു എന്ത് ചെയ്തു? സക്കായിയെ വിളിക്കുന്നു, അവൻ്റെ വീട്ടിൽ പാർക്കാൻ പോകുന്നു. യേശു അവിടെ ചെന്ന് പാർക്കുന്നു.
അതെ സക്കായി വലിയ മാനസാന്തരം ഉണ്ടാകുന്നു. എന്നിട്ട് നാം വായിക്കുന്നതാണ്, ഇവനും അബ്രഹാമിൻ്റെ കുടുംബത്തിലുള്ളവൻ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പൊ നഷ്ടപ്പെട്ട അനുഗ്രഹത്തിലേക്ക്, അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക്, അപ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ലഭിക്കുന്നു? അതെ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെല്ലാം ആര് കൂട്ടാളിയായി മാറി? അതെ, ഈ സഖായി കൂട്ടാളിയായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ചേഞ്ച് അതെ സഖായുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതെ, അന്യായമായി പിരിച്ചതെല്ലാം എന്ത് ചെയ്യുന്നു? അതെ, ഫലമടങ്ങാക്കി തിരിച്ചു കൊടുക്കാൻ അത് തീരുമാനമെടുക്കുന്നു. വസ്തുവകൾ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ വലിയ ചേഞ്ച് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ആ ദൈവ സാന്നിധ്യം അവന്റെ വീട്ടിൽ വന്നതുകൊണ്ട്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന് ബദല് ദൈവ സാന്നിധ്യം വരുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിത അനുഭവം അതുതന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ഈ ദിവസങ്ങളിൽ നാം ദൈവ സാന്നിധ്യം അന്വേഷിക്കുന്നവരായിരിക്കണം. അവിടെ എന്ത് ചെയ്തു? യേശുവിനെ തിരക്കി. അവരെവിടെ എത്തി? അന്വേഷിച്ച് അവർ നിർജ്ജന സ്ഥലത്ത് എത്തി. യേശുവിനെ കണ്ടു. യേശുവിൻ്റെ അടുക്കൽ അവരുടെ വിഷയങ്ങളുമായി അവരായിരുന്നു. യേശു അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമെന്ന് അവർക്കറിയാതെ കൊണ്ട് യേശുവിനെ അവരെ തടയുകയാണ്. പോകരുത്. അവരെ തടയുകയാണ്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന് ബദല് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ എന്നും ഇരിപ്പാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ദിവസം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഓരോന്ന് കടന്നു വരുമ്പോൾ, അകത്തുനിന്നും പുറത്തുനിന്നും പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, അവിടെയൊക്കെ ആ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ നിന്റെ സാന്നിധ്യമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. മോശയുടെ ജീവിതയാത്രയിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ മോശ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ആ മനുഷ്യൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കലേക്ക് ഇങ്ങനെ നോക്കും. ആമേൻ. എന്താണ് അങ്ങനെ നോക്കുമ്പോൾ? ഒരു വലിയ ദൈവ തേജസ്സ്, ഒരു വലിയ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി നിൽക്കുന്നത് മോശ കാണുകയാണ്. അപ്പോൾ മോശയ്ക്കറിയാം, എന്റെ വിഷയം പരിഹരിപ്പാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് മോശ വിശ്വസിക്കുകയാണ്. ഇന്ന് പൽക്കാലം ദൈവത്തിന് ബദല് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കുവാൻ ശക്തിയുള്ളതാണ്. ആ ദൈവ സാന്നിധ്യം നമ്മെ നടത്താൻ ശക്തിയുള്ളതാണ്. ആ ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി കരുതാൻ മതിയായതാണ്. അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവ്, ഈ ദിവസങ്ങളിൽ നിന്റെ സാന്നിധ്യം എനിക്ക് മതി. നിന്റെ സാന്നിധ്യം എനിക്ക് മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാന്നിധ്യം എനിക്ക് മതി. ആ സാന്നിധ്യം അറിയാൻ നമുക്ക് സാവകാശം ലഭിച്ചല്ലോ. ആ സാന്നിധ്യം അറിഞ്ഞവര്, വിടുതൽ ഏറ്റെടുത്തവര്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരന്വേഷിച്ച് വീണ്ടും കർത്താവിന്റെ അടുക്കലെത്തുകയാണ്. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ അന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, യഹൂദ മതം അതിൻ്റെ എല്ലാ ചടങ്ങുകളോടുകൂടെ അതിൻ്റെ ആരാധനകളും അതിൻ്റെ വഴിപാടുകളും അതിൻ്റെ ക്രമങ്ങളെല്ലാം നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ആമേൻ, പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ട ജനം കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടുകയാണ്. കർത്താവ് ഭവനത്തിൽ ചെന്നാൽ അവിടെ വലിയ തിരക്കാണ്. ഗ്രാമത്തിൽ ചെന്നാൽ വലിയ തിരക്കാണ്. പട്ടണത്തിൽ ചെന്നാൽ വലിയ തിരക്കാണ്. ആരോടും പറയാതെ നിർജ്ജന സ്ഥലത്തേക്ക് പോകുമ്പോഴും ജനങ്ങൾ അന്വേഷിച്ച് അവിടെ എത്തുകയാണ്. കാരണം എന്താണ്? തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അരുമനാഥനായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നവര് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് കേൾക്കാൻ നമുക്കൊരു കാര്യം അറിയാം, ഏത് പ്രശ്നത്തിന് നടുവിലും പരിഹരിപ്പാൻ കഴിയുന്ന മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകല സാധ്യം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ പരിഹരിപ്പാൻ നിന്റെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുക. ഇന്ന് കാലം സമ്പൂർണ്ണമായി അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ചുരുക്കമായി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അത് ഇന്ന് പോൽക്കാലം സാമിൽ കൂടെ നൽകിയ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും അതേ പ്രിയ പൈതലോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവസങ്ങൾ പിന്നെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. സഹായിച്ചനായി സ്തോത്രം. തുടർന്നു കൃപ കൂടിയിരിക്കണമേ, സഹായിക്കണമേ താവേ. അപ്പ ഇന്ന് പോൽക്കാലം സാക്ഷ്യം പ്രസ്താവിപ്പാൻ കഴിയാതിരിക്കുന്നവർക്കായി സ്തോത്രം. അവരെയും താളമായി സഹായിക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹിമയ്ക്കായി സൗലം ചെയ്തായിട്ട് പുത്രനെ മോഹപ്പെടുത്തിയായിട്ട് കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുപാടി സ്തോത്രം അയച്ചു. സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. ആമേൻ. മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാപങ്ങളും സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാപങ്ങളും വെടിഞ്ഞിടുക, ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ ഓട്ടം തികച്ചിടുക. വെടിഞ്ഞിടുക, ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ ഓട്ടം തികച്ചിടുക. ആമേൻ. മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ പളുങ്കുകടൽ തീരത്തു നാം കളങ്കമില്ലാതെ വാണിടുവാൻ. പളുങ്കുകടൽ തീരത്തു നാം കളങ്കമില്ലാതെ വാണിടുവാൻ. പുതിയൊരു പാട്ടു പാടിടുവാൻ യുഗയുഗമായി ആനന്ദിപ്പാൻ. ആമേൻ. പുതിയൊരു പാട്ട് പാടിടുവാൻ യുഗയുഗമായി ആനന്ദിപ്പാൻ. ആമേൻ. മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ പകർന്നായിടി മുഴക്കം പോലെ പെരുവെള്ളത്തെ നിരച്ചും പോലെ പകർന്നായിടി മുഴക്കം പോലെ പെരുവെള്ളത്തിൽ നിരച്ചും പോലെ ഹല്ലേലൂയാ ഗീതം പാടിടുവാൻ ഉല്ലസിച്ചു മഹത്വം കൊടുപ്പാൻ. ആമേൻ. ഹല്ലേലൂയാ ഗീതം പാടിടുവാൻ ഉല്ലസിച്ചു മഹത്വം കൊടുപ്പാൻ. ഓ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാപങ്ങളും സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാപങ്ങളും വെടിഞ്ഞിടുക, ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ ഓട്ടം തികച്ചിടുക. അവൻ വെടിഞ്ഞിടുക, ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ
ദൈവസന്നിധി വീണ്ടും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഈ സമയത്ത് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീസസ് ജീസസ് ഹല്ലേലൂയ. മാതുജൻ പ്രാർത്ഥിച്ചു. അതിശയമായി ഭദ്രമായി സൂക്ഷിച്ച കർത്താവിന്റെ സ്നേഹത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം വീണ്ടും നിനക്ക് പ്രാപിച്ചുകൊണ്ട് കർത്താവെ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആവശ്യമായ എല്ലാ കൃപയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറാകെ പ്രാർത്ഥിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന ആളുകൾ കർത്താവെ നീ ഞങ്ങളെ കർത്താവെ രൂപാന്തരപ്പെടുത്തി എടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകം കർത്താവെ നീ പഠിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരുവാൻ കർത്താവയുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ കുടുംബമായ അനുഗ്രഹിച്ചനായ സ്തോത്രം. കർത്താവെ സമാധാനത്തോടെ എല്ലാവരെയും കാത്തനായി സ്തുതിക്കുന്നു. വീണ്ടും കരം എല്ലാവരെയും കാണാൻ നീ സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധനാണെന്നും ഹല്ലേലൂയ അങ്ങ് നീതിമാനാണെന്നും കർത്താവെ ഞങ്ങളെ കർത്താവെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവെ അങ്ങയെ സേവിക്കുന്നവരെ പ്രകാരം കർത്താവെ അങ്ങയെ സേവിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ ഓർപ്പിച്ചതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഭയത്തോടും ഭക്തിയോടും കർത്താവിനെ സേവിക്കുവാന് ഞങ്ങൾക്ക് ഇടയാക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം നീതിമാനാണെങ്കിൽ ഹല്ലേലൂയ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് കർത്താവെ ഞങ്ങൾക്ക് ഓർപ്പാന് ആകയാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ഓരോ ക്രമീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്ക് നടപ്പ് കർത്താവ് ചിന്താഗതികളെല്ലാം കർത്താവെ ജീവിതപ്പാർ മാത്രമാക്കി തീരുവാൻ കർത്താവെ ഞങ്ങൾക്കൊരു വിവേചനം കർത്താവെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവെ നീ അനേക കർത്താവെ അത്ഭുതങ്ങളുടെ ആളെങ്കിൽ ചെയ്ത് കർത്താവെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഹല്ലേലൂയ എന്ന് ഞങ്ങൾ കേൾപ്പിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവെ ഒരു ദിവസം രാവിലെ കർത്താവെ ജനങ്ങളെ ഹല്ലേലൂയ കർത്താവെ അങ്ങേ തെരയുന്നതായിട്ട് കർത്താവെ ഞാൻ കേൾപ്പിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മറ്റുള്ളവരോട് ഹല്ലേലൂയ യുവരാജ് പ്രസംഗിക്കണമല്ലോ എന്ന് പറയാൻ ഹല്ലേലൂയ കർത്താവെ കർത്താവെ കർത്താവിനെ തേടി ഹല്ലേലൂയ ജനങ്ങളെ വന്നതായിട്ട് കർത്താവെ ഞങ്ങൾ ഓർപ്പിച്ചതിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ കർത്താവെ ഞങ്ങളുടെ കർത്താവിനെ തിരക്കി കർത്താവെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കർത്താവെ ഈ ദിവസങ്ങളായ ലോകത്തിന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഹല്ലേലൂയ കൂടുതലായ ശ്വാസത്തിൽ കർത്താവെ മനസ്സിലാക്കുവാനും കർത്താവിനെ തെരയുവാനുള്ളതായ ഒരു വലിയ കർത്താവിനെ താല്പര്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കർത്താവെ നൽകുമാറാകണമേ ലോകത്തിന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാലബന്ധത്തിലേക്ക് നീങ്ങിയിരിക്കാൻ കർത്താവെ നിന്നോരോ കർത്താവെ അതിവേഗമാകിയാല് കർത്താവ് ഇനിയുള്ള സമയങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവിനെ തിരയുവാന് അങ്ങനെ കൂടുതൽ ആശ്വാസം പ്രാപിക്കുവാന് കർത്താവെ ലോകത്തിനുടെ ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കാരണം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസനെ ശക്തിയിരിക്കണേ ബലപ്പെടുത്തണമേ പുതുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ദൈവസഭ കർത്താവെ ശക്തിയോട് നടത്തുവാൻ ആവശ്യമായ എല്ലാ കൃപയും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപാട് സഹായിച്ചാണ് ഹല്ലേലൂയ കർത്താവെ എല്ലാവരെയും കേൾക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷി പറഞ്ഞ എല്ലാവരെയും പ്രാവശ്യം കരം വെക്കുന്നു. every Sagai എല്ലാവരെയും മനസ്സുമാറാകണമേ. ഞങ്ങളുടെ സൗകര്യത്താവേ സൂക്ഷിക്കായി പ്രാർത്ഥിക്കുന്നു. എവരെയും കർത്താവേ മനസ്സരിഞ്ഞ് സൂക്ഷ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
പാവനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തന്റെ ആളുകൾ കർത്താവേ ജനങ്ങളോട് കൂടിയിരിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതമായ സൗഖ്യം കർത്താവേ പ്രാപിച്ച് കർത്താവേ ദിവസത്തിൽ എഴുന്നേറ്റ് കർത്താവേ ശക്തമായ സാക്ഷ്യം പറവാന് ജനമനെ ബലപ്പെടുത്തി കുമാറാകണമേ, ധൈര്യവും ബലം കൊടുക്കണമേ. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ജയിക്കണമേ, എല്ലാവർക്കും ബലവും കൃപയും കൊടുക്കണം. കർത്താവേ സ്തോത്രം. നിനക്ക് എല്ലാവരെയും മതിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ മറ്റേ സുഖിതാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലക്സോനെ കർത്താവേ നീ സഹായിക്കണമേ. തന്റെ ശരീരത്തിലുള്ള എല്ലാ ബലഹീനതയും മാറ്റി പൂർണ്ണ സൗഖ്യം ദാസന് കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ തന്റെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അത്ഭുതമായി കർത്താവേ കൊടുക്കണമേ, പൂർണ്ണമായി സൗഖ്യം കൊടുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രാർത്ഥിക്കുന്നു. ആ പിള്ളേരെ നീ സഹായിക്കണമേ. തക്ക സമയത്ത് കർത്താവേ കർത്താവെ കൊടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഗുരുവിനമില്ലാത്ത കൊടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബാട്ടവരെ സഹായിക്കുകയും കേൾക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ദാസിയുടെ മാതാവിനെ പ്രാവശ്യം ഓർക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവേ നീ കരുതണമേ. കർത്താവേ നീ ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. നിലവിളിയോട് കേൾക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ബലഹീനമാണ്. കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. തക്ക സമയത്ത് ഒരത്ഭുതം കൊടുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ൂല്ലാതൊരു വേദന കർത്താവേ കൊടുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ അങ്ങനെ കർത്താവേ സ്തോത്രം. രാത്രി ഓർക്കുന്നു. കർത്താവേ സ്തോത്രം. കുഞ്ഞവന്റെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സൗഖ്യമാക്കുമാറാകണം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. സകല എല്ലാ കുടുംബങ്ങളെയും സഹായിച്ചാണ്. കർത്താവേ സ്തോത്രം. കർത്താവേ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കർത്താവേ ആയിരിക്കുന്ന എല്ലാ വിവരവും മനസ്സരിയും കർത്താവേ ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളായ സഭയാലും മാറുവാൻ ദൈവശക്തി ഏറ്റുവാങ്ങുവാൻ കർത്താവേ ചെയ്യുമാറാകണമേ. കർത്താവേ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ കുടുംബങ്ങളെയും കാണെ കുടുംബങ്ങളുമായിട്ട് വ്യക്തികളായിട്ട് എല്ലാവരെയും ദൈവങ്ങളെ മറിച്ചുമാറാകണമേ. ശത്രുവാരെയും തൊടാതെ കർത്താവേ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ രക്തം സൂക്ഷിച്ചാട് കർത്താവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്ന ഭാരതത്തോട് മനസ്സിലാകണമേ. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഈ അവസ്ഥകൾ കർത്താവേ മാറിപ്പോവാ അഞ്ജലിയാക്കണമേ. തന്നിരിക്കുന്ന കർത്താവയുടെ സ്തോത്രം. പൂർണ്ണമായ സൂക്ഷ്യം കർത്താവേ ഞങ്ങളുടെ രാജ്യത്ത് നൽകുമാറാകണമേ. ഞങ്ങളുടെ ജീവൻ മനസ്സിലാകണമേ. കർത്താവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ വിശേഷായ ഞങ്ങൾ ബറോളിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബറോളിയെ നീ സന്ദർശിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ചില ജീവിതം കർത്താവ് ദിവസമായി ദിവസങ്ങളിലേക്ക് കടന്നു പോകാൻ നിര്യാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെ എല്ലാ വിഷയങ്ങളും കാണെ എല്ലാ വിഷയങ്ങളും സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആവശ്യമായ എല്ലാ അറിവിനെയും കൃപകളും കർത്താവേ ഞങ്ങളുടെ മേൽപ്പാന്ന് ബലത്തോടെ നടത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരെ സമയത്തർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം ഒഴിവാണ് നന്ദിയോട് കർത്താവേ അതിനെ നിവാരത്തിന് കേൾക്കണമേ. കർത്താവേ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ നീ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായ ഞങ്ങളെ തലമുറോട്ടിയാടെ ആമേൻ. കർത്താവേ സ്വർഗ്ഗീയ പിതാവേ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഒരു പുതിയ ബലത്തോടും പുതിയ അഭിഷേകത്തോടും കൂടി ഞങ്ങളെ മടക്കി അയക്കണമേ. വരുന്ന ദിവസങ്ങളിലെ കൂട്ടായ്മകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. സഞ്ചരിക്കുന്ന വാഹനത്തിലും പാർക്കുന്ന ഭവനങ്ങളിലെല്ലാം നിന്റെ മക്കളോടുകൂടെ ഇരുന്ന് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭൂലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചേറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും നമ്മോട് എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിന്റെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.